കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമാം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീ പരാശക്തി കലാസാഹിത്യവേദിയുടെ നാരായണീയാമൃതം തുടരുന്നു. ഇന്ന് 3-ാമത്തെ ദശകം. ഭക്തസ്വരൂപ വർണ്ണനം, ഭക്തി പ്രാർത്ഥനയും ഭക്തന്മാരുടെ സ്വരൂപത്തെയുമാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഭക്തന്മാർക്ക് സർവാഭീഷ്ടങ്ങളെയും നൽകുന്ന ഭഗവാനെ അങ്ങയുടെ തിരുനാമങ്ങളെ ഉറക്കെ ഗാനം ചെയ്തും അതുമൂലം ഹൃദയത്തിൽ ലീനമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ തന്നെ സർവദാ ധ്യാനിച്ചും അപരിമിതമായ ആനന്ദ സമുദ്രത്തിൽ മുഴുകിയും ആനന്ദബാഷ്പം വർഷിച്ച് പുളകിത ഗാത്രന്മാരായി അങ്ങയുടെ ഭക്തവാത്സല്യം മുതലായ ദിവ്യഗുണങ്ങളെയും അത്ഭുതകരങ്ങളായ ചരിതങ്ങളെയും പരസ്പരം പറഞ്ഞ് രസിച്ച് പുത്ര ധാരാദി ചിന്തകൾ പോലും ഇല്ലാതെ ഗ്രഹം തുടങ്ങിയവ ഉപേക്ഷിച്ചും ഇഷ്ടാനുസരണം സഞ്ചരിച്ചും ഇതര വിഷയങ്ങളൊന്നും കൂടാതെ പ്രദക്ഷിണ നമസ്കാരാദികൾ ആചരിച്ചും തനിക്കനുരൂപനായ പരമപ്രേമ ലക്ഷണമായ ഭക്തിയോടുകൂടി അങ്ങയിൽ തന്നെ സർവാത്മനാ രമിച്ചും കാലം നയിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിനെ ചലിപ്പിക്കുന്നതിന് ബ്രഹ്മലോകം തുടങ്ങിയ യാതൊന്നിനും ശക്തി ഉണ്ടാകുന്നതല്ല. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം ഭജിക്കുന്നത് കൊണ്ട് തന്നെ സകല പുരുഷാർത്ഥങ്ങളും സിദ്ധിക്കുന്നതാണ്. അതുമാത്രമല്ല, പരമ പുരുഷാർത്ഥ സ്വരൂപനായ അങ്ങയെ പ്രാപിക്കുന്ന ഭക്തന്മാർ മറ്റു യാതൊരു ഫലങ്ങളെയും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്രകാരം അങ്ങയെ ഉപാസിക്കുന്നത് കൊണ്ട് തന്നെ മോക്ഷം തുടങ്ങിയ സകല അഭീഷ്ടങ്ങളെയും പ്രാപിച്ച ഈ ഭക്തന്മാർ തന്നെയാണ് ഭാഗ്യവാന്മാർ. ലോകത്തിൽ നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്ന ജനങ്ങൾ ഇവരെ അപേക്ഷിച്ച് തീരെ നിർഭാഗ്യവാന്മാരാണെന്നുള്ളതിന് സംശയമില്ല. അവരുടെ ഭാഗ്യമെല്ലാം ക്ഷണം കൊണ്ട് നശിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ വിധത്തിലുള്ള ഭക്തന്മാരുടെ ഭാഗ്യം തന്നെയാണ് ശാശ്വതമായിട്ടുള്ളത്. അടുത്ത ശ്ലോകം നോക്കാം. ഗതക്തഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേവി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണു ഗുരുദയാം ഭവത്പാദാംബോജ സ്മരണ രസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം ഗുഹജന വിവത്സ്യാമി വിജനേം. ആന്തരങ്ങളും ബാഹ്യങ്ങളുമായ ആദിവ്യാധികളെ കൊണ്ട് എൻ്റെ ചിത്തം അങ്ങയുടെ പാതാരവിന്ദങ്ങളെ മനസ്സുറപ്പിച്ചു നിർത്തി ആരാധിക്കുന്നതിനു കഴിവില്ലാതെയായി. കഷ്ടം കഷ്ടം, ഇതിലധികം ഒരു ദയനീയാവസ്ഥ എന്താണ് ഉണ്ടാവാനുള്ളത്? സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന് ഞാൻ അനുഭവിക്കുന്ന വാതരോഗത്തെക്കുറിച്ചും അത് നിമിത്തമുള്ള ദുഃഖത്തെക്കുറിച്ചും അറിയാമല്ലോ. അതിനാൽ എന്നിൽ ദയ ഉണ്ടാകണം. അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ ഞാൻ സ്വസ്ഥനായി തീരുകയുള്ളൂ. എൻ്റെ മനസ്സിൽ പരമമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ അങ്ങയുടെ കൃപ വേണം. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ ഭഗവത് ഭക്തി സിദ്ധിക്കുകയുള്ളൂ എന്നാണല്ലോ പ്രമാണം. അതിനാൽ എൻ്റെ സകല സന്താപങ്ങളും അചഞ്ചലമായിരിക്കുന്ന ഭക്തി സിദ്ധിക്കത്തക്ക വണ്ണം അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങയുടെ കൃപയുണ്ടായാൽ അക്ഷണം തന്നെ അങ്ങയുടെ പാതാരവിന്ദത്തെ സ്മരിച്ച് പരമാനന്ദം ആസ്വദിക്കുന്നതിനുള്ള
ഉത്കണ്ഠയോടുകൂടി പുത്ര ധാരാദി ലൗകിക വിഷയങ്ങൾ ഉപേക്ഷിച്ച് വിജനമായ സ്ഥലത്തിരുന്ന് ഭഗവാന്റെ തിരുനാമങ്ങളെ എല്ലായ്പ്പോഴും കീർത്തനം ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്മരണ നിശ്ചയമായും ഉണ്ടായിരിക്കും. ധ്യായൻ കൃതേ യജൻ യജ്ഞൈത്രേതായാം ദ്വാപരേ അർച്ചയൻ യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം എന്നാണ് പ്രമാണം. അവശനായിരിക്കുന്ന പുരുഷൻ കൂടി ഭഗവൻ നാമം ഒരിക്കലെങ്കിലും കീർത്തനം ചെയ്താൽ സകല പാപങ്ങളിൽ നിന്നും വിമുക്തനായി ഭവിക്കുന്നതാണ്. ഭഗവൻ നാമ സങ്കീർത്തനത്തിന് വിശേഷിച്ചും ഈ കലിയുഗത്തിൽ ഇത്രയും മഹിമയുള്ളതിനാൽ അനന്യശരണനായ എനിക്ക് അങ്ങയുടെ തിരുനാമങ്ങളെ തന്നെ സർവദാ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കത്തക്കവണ്ണം അചഞ്ചലമായ ഭക്തി തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് രണ്ടാമത്തെ ശ്ലോകം അവസാനിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ.